രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ഭാഗ്യം ചെയ്ത പുണ്യാത്മാക്കളെ, രാമായണ കഥാ തീർത്ഥാടനമാണ്. കർക്കടക മാസത്തിൻ്റെ സുഹൃത ദിനങ്ങളിൽ നമ്മുടെയൊക്കെ ഹൃദയത്തെ ഉണർവിലേക്കും നന്മയിലേക്കും ഉദാത്തമായ ഭക്തിയിലേക്കും നയിക്കുന്ന രാമകഥകളിലൂടെയുള്ള ഒരു യാത്ര. ഭാരതത്തിലുണ്ടായിട്ടുള്ള ആദി കാവ്യം എന്ന് രാമായണത്തെ വിശേഷിപ്പിക്കുന്നു. ലോകത്തിൽ തന്നെ ആദ്യത്തെ കാവ്യരൂപമായി രാമായണത്തെ എല്ലാവരും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. രാമൻ്റെ യാത്രയാണ് രാമായണം. വളരെ ലളിതമായി പറഞ്ഞാൽ രാമൻ്റെ ജീവിത കഥയാണ് രാമായണം. എന്തുകൊണ്ട് രാമായണം ഇത്രയേറെ എല്ലാവരിലേക്കും ഹൃദ്യമായിരിക്കുന്ന ഭാവനകളെ പകർന്നു കൊടുത്തുകൊണ്ട് പ്രചരിച്ചു? പുൽക്കൊടിത്തുമ്പും പാടിക്കേട്ടു രാമായണം. രാമായണത്തിൻ്റെ വിശേഷണം അങ്ങനെയാണ്. ആദികവിയായ വാത്മീകിയുടെ ഹൃദയത്തിലൂടെ രാമായണം ഒഴുകിപ്പരന്നത് അതിമനോഹരമായൊരു കഥയിലൂടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇതിഹാസം എന്നുകൂടി രാമായണത്തെ വിശേഷിപ്പിക്കാം. ഭാരതത്തിൻ്റെ തന്നെ പേരോടുകൂടിയ ഇതിഹാസമാണ് മഹാഭാരതം. ഒരു രാജ്യത്തിന് സ്വന്തം പേരിൽ ഒരു ആത്മകഥയുണ്ടെങ്കിൽ അത് മഹാഭാരതമാണ് എന്ന് പറയാം. വ്യാസകൃതമാണ് മഹാഭാരതം, വാത്മീകികൃതമാണ് രാമായണം. മഹാഭാരതത്തെ ഇതിഹാസമായും വാത്മീകി രാമായണത്തെ ആദികാവ്യമായും നമ്മൾ വിശേഷിപ്പിക്കുമ്പോഴും രണ്ട് ഇതിഹാസങ്ങളായി രാമായണം മഹാഭാരതം എന്നിവയെ പറയാറുണ്ട്. ഇതുകൂടാതെ 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, പുരാണത്തിന് സമാനമായിരിക്കുന്ന യോഗവാസിഷ്ഠം പോലെയുള്ള അനേകം കൃതികൾ. ഏത് കൃതികളിലൂടെ കടന്നു പോകുമ്പോഴും രാമനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു. രാമൻ്റെ കഥ പാടാത്ത ഒരു പുരാണവുമില്ല. വാത്മീകി രാമായണം മാത്രമാണ് രചിച്ചതെങ്കിൽ വ്യാസമഹർഷി തൻ്റെ എല്ലാ കഥാകഥനങ്ങളിലും രാമൻ്റെ കഥ ഉൾപ്പെടുത്തി. പൊതുവെ പുരാണം എന്ന വാക്കിന് പുരാ അപി നവം എന്നാണ് അർത്ഥം പറയുന്നത്. പഴയതെങ്കിലും പുതിയത്, അനുനിമിഷം പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കാലത്തിൻ്റെ പ്രയാണത്തിനനുസരിച്ച് പുതിയ പുതിയ അർത്ഥങ്ങളിലേക്ക് സഹൃദയങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്നൊക്കെ പുരാണത്തെ നമുക്ക് അർത്ഥം കൽപ്പിക്കാം. ഇതി ഇഹ ആസീത് എന്നാണ് ഇതിഹാസം എന്ന വാക്കിന് വ്യാഖ്യാനം. ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴത് ചരിത്രമാവാം, ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ഇവിടെ പറഞ്ഞിരുന്നു എന്നർത്ഥത്തിൽ ഐതിഹ്യങ്ങളാവാം. മഹാഭാരതമെന്ന ഇതിഹാസം 18 പർവ്വങ്ങളോട് കൂടിയതാണ്. വ്യാസഭഗവാൻ ഈ മഹാഭാരതത്തിൻ്റെ വിശേഷണം പറഞ്ഞത് യതിഹാസ്തി തദന്യത്ര യന്നേഹാസ്തി തദ് ന ക്വചിൽ എന്നാണ്. മഹാഭാരതത്തിൽ ഉള്ളതെല്ലാം ലോകത്ത് കാണാനായിട്ട് സാധിക്കും. പക്ഷേ
മഹാഭാരതത്തിൽ ഇല്ലാത്തത് ലോകത്തെവിടെയും കാണാൻ സാധിക്കുകയില്ല എന്നാണ്. ശിഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്ന വിധത്തിലാണ് പുരാണങ്ങളും ഇതിഹാസവുമൊക്കെ നമുക്ക് ഗ്രന്ഥരൂപത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വ്യാസൻ തൻ്റെ ശിഷ്യപരമ്പരകളിലൂടെ പകർന്നുകൊടുത്ത ഇതിഹാസത്തെക്കുറിച്ച് വ്യാസൻ തന്നെ വിശേഷിപ്പിച്ചത് ഇതിലുള്ളത് ലോകത്തിലെല്ലായിടത്തും കാണാം, ഇതിലില്ലാത്തത് ലോകത്തിലെവിടെയും കാണാൻ കഴിയില്ല എന്നാണ്. സ്വന്തം കൃതിയെക്കുറിച്ച് അതിൻ്റെ ഉപജ്ഞാതാവ് ഇത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി പറയണമെങ്കിൽ ഇതിഹാസം എത്രയോ വിശാലമായ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ പറയുമ്പോൾ പലപ്പോഴും ചില തെറ്റിദ്ധാരണകൾ നമുക്കൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ ലോകത്ത് ഇന്ന് കാണുന്നതൊക്കെ മഹാഭാരതത്തിലുണ്ടോ എന്നായിരിക്കാം ചോദ്യം. ഇന്ന് നമ്മൾ ചുറ്റും കാണുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആ അത്ഭുതങ്ങൾ അതൊന്നും മഹാഭാരതത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് മഹാഭാരതത്തിൽ ഉള്ളത് ലോകത്ത് കാണാമെന്നും ലോകത്തിൽ മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും കാണാൻ കഴിയില്ല എന്നും വ്യാസൻ പറഞ്ഞത്? അത് മനസ്സിലാക്കണമെങ്കിൽ ആ പറഞ്ഞ വാക്യത്തിൻ്റെ മുൻപുള്ള 2 വരികളെ കൂടി നമ്മൾ കേൾക്കണം. ഭൗതിക വസ്തുക്കളെക്കുറിച്ചോ ഭൗതികമായിരിക്കുന്ന വിഷയ വ്യവഹാരങ്ങളെക്കുറിച്ചോ അല്ല വ്യാസൻ അവിടെ സൂചിപ്പിച്ചത്. ധർമ്മേച അർത്ഥേച കാമേച മോക്ഷേച ഭരതർഷഭ യതിഹാസ്തി തദന്യത്ര യന്നേഹാസ്തി തത് ന ക്വചിൽ എന്നാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതിനെക്കുറിച്ച് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ലോകത്ത് കാണാൻ സാധിക്കും. പക്ഷേ മഹാഭാരതത്തിൽ ഇല്ലാത്തത് ലോകത്തിലെവിടെയും കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ധർമ്മത്തെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും കാമത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചുമാണ് മഹാഭാരതമെന്ന ഇതിഹാസം വാചാലമാവുന്നത്. മനുഷ്യജീവിതം പൂർണ്ണമാവുന്നത് ഈ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളിലൂടെയാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മഹാഭാരതത്തിൽ മാത്രമല്ല പുരാണങ്ങളിലും നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന രാമായണ കാവ്യമായാലും അധ്യാത്മരാമായണമായാലും രാമൻ്റെ കഥകളിലും ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെക്കുറിച്ച് തന്നെയാണ് ഋഷീശ്വരന്മാർ അതിൻ്റെ ആശയങ്ങളെ വ്യക്തമാക്കുന്ന വിധത്തിൽ ആ രാമകഥകളെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മഹാഭാരതമായാലും രാമായണമായാലും ഇതിഹാസം, പുരാണം എന്നിങ്ങനെയുള്ളതായ അതിൻ്റെ രൂപഭാവങ്ങൾ ഏതൊക്കെ തരത്തിൽ വിശേഷിപ്പിച്ചാലും എല്ലാറ്റിൻ്റെയും ഉദ്ദേശം മനുഷ്യരെ അവരുടെ ജീവിതത്തിൻ്റെ പരിപൂർണമായ ആ ആസ്വാദനത്തിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക് അവരവരുടെ അന്തരംഗത്തിൻ്റെ ആ മനോഹാരിതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക എന്നത് തന്നെയാണ്. അപ്പോൾ പുരാണങ്ങളുടെയും ഇതിഹാസത്തിൻ്റെയും ലക്ഷ്യമെന്ത് എന്ന ആ ഒരു സാമാന്യമായിരിക്കുന്ന മനനത്തിലൂടെ നമ്മൾ രാമായണം എന്തിന് വായിക്കണം, എന്തിന് കേൾക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അത് പറ്റാവുന്ന വിധത്തിൽ മനസ്സിലാക്കിയിട്ട് വേണം രാമകഥ കേൾക്കാൻ. അല്ലാതെ വരുമ്പോൾ രാമകഥ മാത്രമല്ല പുരാണങ്ങൾ, ഇതിഹാസമാകുന്ന മഹാഭാരതം, അതിനെയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ശ്ലോകങ്ങളുടെ 2 വരികളെടുത്ത് വ്യാഖ്യാനിച്ചാൽ ആ പൂർവ ഋഷി പരമ്പരകൾ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഉദ്ദേശിച്ച ആശയങ്ങളുടെ സൗന്ദര്യം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല.
ഏത് കഥകളെയും ഏത് കൃതികളെയും ഏത് രീതിയിലും വ്യാഖ്യാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷേ ഏത് വ്യാഖ്യാനവും മനുഷ്യനന്മയെ ഉദ്ദേശിച്ചായിരിക്കണം, ലോകനന്മയെ ഉദ്ദേശിച്ചായിരിക്കണം. കാരണം മഹാഭാരതം, രാമായണം, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ എല്ലാം സർവ്വലോകത്തിനും നന്മ വരണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഋഷീശ്വരന്മാർ പകർന്നു കൊടുത്ത അരുൾവാക്കുകളാണ്. ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇതിഹാസത്തെക്കുറിച്ച് പറയുന്നതെങ്കിൽ, പഴയതെങ്കിലും പുതിയതായിക്കൊണ്ടിരിക്കുന്ന ലോകം എത്രയൊക്കെ പുരോഗമിക്കുന്നുവോ ആ പുരോഗമനത്തിനനുസരിച്ച് പുതിയ പുതിയ വ്യാഖ്യാനങ്ങളിലേക്ക്, പുതിയ പുതിയ ചിന്തകളിലേക്ക് നമ്മളെ നയിക്കുന്ന ഒന്നാണ് പുരാണം. ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളിൽ നമ്മൾ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒരു ഭാവത്തെ വാത്മീകി രാമായണം കൈവരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് രാമായണത്തെ കാവ്യം എന്ന് വിശേഷിപ്പിക്കുന്നത്, ആദികാവ്യം എന്ന് വിശേഷിപ്പിക്കുന്നത്, വാത്മീകിയെ ആദികവി എന്നും വിശേഷിപ്പിക്കുന്നത്. ഈ രൂപഭാവത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഉദ്ദേശം ധർമാർത്ഥ കാമ മോക്ഷം തന്നെയാണ്. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ നേരിയ സ്പന്ദനങ്ങളെപ്പോലും സ്പർശിച്ചുകൊണ്ടാണ് വ്യാസഭഗവാൻ മഹാഭാരത കഥ പറഞ്ഞത്. ആ മഹാഭാരത കഥയിൽ ചുരുക്കി പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി വിസ്തരിച്ച് മറ്റ് പുരാണങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. രാമായണവും വാത്മീകി കാവ്യരൂപത്തിൽ ലോകത്തിന് പകർന്നു കൊടുത്തത് ധർമാർത്ഥ കാമ മോക്ഷങ്ങളിലൂടെ മനുഷ്യജീവിതത്തെ സാർത്ഥകമാക്കുവാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ഈ വ്യാസനെയും വാത്മീകിയെയും വേണ്ടതുപോലെ ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ നമുക്ക് രാമകഥയുടെ ആ രസാനുഭൂതി ലഭിക്കുകയില്ല. വാത്മീകി മഹർഷി രാമൻ്റെ കഥ കാവ്യരൂപത്തിൽ ലോകത്തിന് പകർന്നു കൊടുത്തപ്പോൾ വ്യാസഭഗവാൻ 18 പുരാണങ്ങളിലൂടെയും മഹാഭാരതത്തിലൂടെയും വിസ്തരിച്ചും ചുരുക്കിയും ഒക്കെ രാമകഥ പാടിക്കൊണ്ടേയിരുന്നു. വ്യാസശിഷ്യന്മാർ അനവധി തീർത്ഥഘട്ടങ്ങളിലൂടെ വ്യാസൻ പറഞ്ഞ കഥകളെ ഓരോരോ കാലത്തിലും ആ കാലത്തിന് അനുകൂലമായിരിക്കുന്ന ആശയങ്ങളെ പകർന്നു കൊടുക്കുന്ന വിധത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യ സമൂഹം ഭാഷയിലൂടെ പുതിയ പുതിയ രസാനുഭൂതികളെ അനുഭവിക്കുന്ന വിധത്തിൽ ഏതൊക്കെ തരത്തിലുള്ളതായ സർഗസൃഷ്ടികൾ ലോകത്തിന് പകർന്നു കൊടുക്കുന്നുവോ അതിലെല്ലാം രാമായണത്തിലെയും മഹാഭാരതത്തിലെയും പുരാണങ്ങളിലെയും ആശയങ്ങളും ദർശനങ്ങളും ചില പ്രതീകങ്ങളായി ഉൾക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വാത്മീകി മഹർഷി രാമായണം രചിക്കാനുണ്ടായ കാരണത്തെ പറയുന്ന കഥ അത് തന്നെ ഒരു കവിത പോലെ മനോഹരമാണ്. തമസാ നദിയുടെ തീരത്ത് ശിഷ്യരോടൊപ്പം സ്നാനത്തിനായി ചെന്ന വാത്മീകി മഹർഷി, അദ്ദേഹം ആ പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ട് ഒരു വൃക്ഷശാഖയിലിരിക്കുന്ന 2 കിളികളെ കണ്ട് വിസ്മയിക്കുകയാണ്. ക്രൗഞ്ചമിഥുനങ്ങൾ. ഈ ക്രൗഞ്ചമിഥുനങ്ങൾ പരസ്പരം കൊക്കുരുമി ചിറക് മിനുക്കി അങ്ങനെ സ്നേഹഭാവത്തിൽ വർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാടിൻ്റെ ഇരുളിൽ നിന്നും അവിടേക്ക് പാഞ്ഞു വന്ന ഒരു കൂരമ്പ് ഇണക്കിളികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തി.
തം ശോണിത പരീതാംഗം, വാത്മീകി രാമായണത്തിൽ ആ രംഗത്തെ വർണ്ണിക്കുകയാണ്. ഇണപ്പക്ഷി അമ്പേറ്റ് വീണപ്പോൾ ആ വിരഹത്തിൽ ദുഃഖത്തോടുകൂടി ചിറകിട്ടടിച്ച് വട്ടമിട്ട് പറക്കുന്നതായ ഇണയെ വാത്മീകി മഹർഷി കാണുന്നു. രക്തപങ്കിലമായി പിടഞ്ഞുകൊണ്ട് പ്രാണൻ വേർപെടുന്ന തൻ്റെ പ്രാണസ്വരൂപത്തെ ആ വേർപാടിൽ ഉറക്കെ ഉറക്കെ ചിറകിട്ടടിച്ച് കരഞ്ഞ് ദുഃഖം പ്രകടിപ്പിക്കുന്ന ആ കിളിയുടെ ഉള്ളിലുള്ള ശോകം വാത്മീകിയുടെ ഹൃദയത്തിൽ അത് ശ്ലോകമായി പരിണമിച്ചു എന്നാണ് പറയുന്നത്. ശോകശ്ലോകത്വമാകത. കാട്ടിലെ ഇണപ്പക്ഷികളിൽ ഒന്ന് അമ്പേറ്റ് വീണ സമയത്ത് അതിൻ്റെ ഇണയ്ക്കുണ്ടായതായ വിരഹദുഃഖം അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന വാത്മീകി മഹർഷിയുടെ ഹൃദയത്തിലെ ദുഃഖമായി പരിണമിക്കണമെങ്കിൽ ഈ പ്രകൃതിയിൽ മറ്റ് ജീവജാലങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തെ ആ ദുഃഖം എൻ്റെ ദുഃഖമാണ് എന്ന ഒരു താതാത്മ്യ ഭാവം ഒരു വ്യക്തിക്ക് ഉണ്ടാവണമെങ്കിൽ ആ വ്യക്തി എങ്ങനെയുള്ള ആളായിരിക്കണം? ആ വ്യക്തിയുടെ ഹൃദയം സഹാനുഭൂതി, കാരുണ്യം, സമഭാവന, ഇത്തരത്തിലുള്ളതായ സർവചരാചരങ്ങളും ഒരേ ഒരു അമ്മയുടെ മക്കളാണ് എന്നുള്ള ഭാവം. മരവും കിളിയും മൃഗവും പൂവും കായും എല്ലാം എന്നിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നുള്ള ആ ആത്മാനുഭവം ഉണർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ പ്രകൃതിയുടെ ദുഃഖത്തെ തൻ്റെ ദുഃഖമായി കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം വാത്മീകിയുടെ ഹൃദയത്തിൽ ശോകശ്ലോകത്വമാകത, ഉണർന്നതായ ശോകം ഒരു ശ്ലോകമായി പരിണമിച്ചു. അമ്പേറ്റ് വീണ ആ കിളിയെ വേർപെടുന്ന സമയത്തുണ്ടായ ഇണക്കിളിയുടെ ദുഃഖം വാത്മീകിയുടെ ഹൃദയത്തിലെ ശോകരൂപത്തിൽ നിന്ന് ഉണർന്നൊഴുകുമ്പോൾ മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതം. രാമായണത്തിലെ ആദ്യ ശ്ലോകമായിട്ടൊക്കെ നമ്മളിതിനെ വർണ്ണിക്കും. ആദ്യ ശ്ലോകമല്ല, ആദ്യ കഥാരൂപമാണ് യഥാർത്ഥത്തിൽ ഈ ശ്ലോകം. രാമായണത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതായ ഒരു ശ്ലോകം. വാത്മീകിയിൽ നിന്ന് ഉണർന്നൊഴുകിയത് ഈ ശ്ലോകമാണ്. അല്ലയോ കാട്ടാള, ഇണക്കിളികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയതായ നിന്റെ ഈ ഹിംസാപരമായ പ്രവൃത്തിക്ക് സ്ഥിരപ്രതിഷ്ഠ ഇല്ലാതെ പോകട്ടെ എന്ന ആ വാത്മീകിയുടെ ഉള്ളിൽ നിന്ന് ഉണർന്നൊഴുകിയ അരുൾ വാക്കുകൾ കൃത്യമായ ഒരു താളബോധത്തോടു കൂടിയായിരുന്നു. ഛന്തോനിബദ്ധമായി വീണാതന്ത്രീനാദം പോലെ ഉണർന്നൊഴുകിയ ആ ശ്ലോകമാണ് ഇന്ന് നാം കേൾക്കുന്ന അനേകം ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെടുകയും വീണ്ടും വീണ്ടും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന രാമായണമായി പരിണമിച്ചത്. പക്ഷേ വാത്മീകി മഹർഷി ഈ ശ്ലോകം ചൊല്ലുന്ന സമയത്ത് അരികത്ത് തന്നെ ശിഷ്യന്മാരുണ്ടായിരുന്നു. ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങി വന്നു. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനൊന്നും ഓർമ്മയില്ല. ഞാൻ എന്തോ പറഞ്ഞു, എന്താണെന്ന് എനിക്കറിയില്ല. ആ കിളിയുടെ ദുഃഖം എൻ്റെ ദുഃഖമായി പരിണമിച്ച സമയത്ത് എൻ്റെ കണ്ഠത്തിൽ നിന്ന് ഉണർന്നൊഴുകിയതായ ആ വൈഖരി, താളാത്മകമായിരിക്കുന്ന എന്തോ ഒന്ന്, അതെനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പരിതപിച്ചു കൊണ്ടിരിക്കുന്ന വാത്മീകി മഹർഷിയുടെ അരികത്ത് ഭരദ്വാജൻ മുതലായ ശിഷ്യന്മാരുണ്ട്. അപ്പം അദ്ദേഹം, ആ ശിഷ്യൻ വാത്മീകിയോട് പറയുകയാണ്, അങ്ങ് ചൊല്ലിയത് ഇതാണ്
മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതം. അപ്പോൾ ഗുരു ഏതോ ഒരു ഈശ്വരീയമായിരിക്കുന്ന പ്രേരണ മൂലം ചൊല്ലിയ ശ്ലോകം അതവിടെ മറന്നുപോയെങ്കിലും, അല്ലെങ്കിൽ ആ ചൊല്ലിയ കാര്യത്തെക്കുറിച്ച് ഗുരുവിന് ഓർമ്മയില്ലെങ്കിലും, തൊട്ടടുത്ത് നിൽക്കുന്ന ശിഷ്യൻ ആ ചൊല്ലിയ സമയത്ത് തന്നെ ഗുരുവിൻ്റെ വാക്കുകളെ ഹൃദയത്തോട് ചേർത്ത് അത് ഓർമ്മയിൽ വെച്ചു എന്നുള്ളത് ആ കഥയിലെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു രംഗമാണ്. വാത്മീകി മഹർഷി വളരെയധികം സന്തോഷിച്ചു. ഒറ്റ പ്രാവശ്യം താൻ ചൊല്ലിയപ്പോഴേക്കും അത് ഹൃദിസ്ഥമാക്കിയ ആ ശിഷ്യപരമ്പരകളുടെ മഹത്വം കൂടി ഈ കഥയിൽ നമുക്ക് വേണ്ടതുപോലെ പറഞ്ഞു തരുന്ന ഒരാശയമാണ്. ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ആ ദൃഢതയിൽ നിന്നാണ് ഇത്തരത്തിലുള്ളതായ കഥകളെല്ലാം ലോകത്ത് പുരാണങ്ങളായും ഇതിഹാസങ്ങളായും പ്രചരിച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പുരാണങ്ങൾ, രാമായണം, മഹാഭാരതം എല്ലാം നമുക്ക് ഇന്ന് ഉപാസനയായി ചൊല്ലാനും കഥകൾ കേട്ട് ആസ്വദിക്കാനും അനവധി തരത്തിലുള്ള ദർശനങ്ങളെയും ആശയങ്ങളെയും ഉൾക്കൊള്ളുന്ന വിധത്തിൽ ആ കഥകളെ ഉദാഹരണങ്ങളായി അവതരിപ്പിക്കുവാനും ഒക്കെ സാധിച്ചത് വലിയൊരു ഗുരുകുല ഗുരുശിഷ്യ പാരമ്പര്യത്തിൻ്റെ മഹിമ കൊണ്ടാണ്. ഭാരതത്തിൽ ഉണ്ടായിരുന്ന ആ ഗുരുകുലങ്ങളിലെ ഗുരുശിഷ്യ പരമ്പരകളെ നമസ്കരിച്ചുകൊണ്ട് വേണം രാമായണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ. വാത്മീകി മഹർഷിയിൽ നിന്നും കിളിയുടെ ദുഃഖം തൻ്റെ ദുഃഖമായി താതാത്മ്യം പ്രാപിച്ച് ഉണർന്നൊഴുകിയ രാമായണമെന്ന മഹാകാവ്യത്തിന് കാരണമായ ബീജശ്ലോകമാണ് നമ്മൾ ഇന്ന് കേട്ടത്. ഇനി തുടർന്ന് രാമൻ്റെ യാത്രയിലേക്ക്, ആ യാത്ര ലോകം മുഴുവൻ അറിയേണ്ടതാണ് എന്ന ബോധ്യത്തിലേക്ക് വാത്മീകിയെ നയിച്ച രാമൻ്റെ മഹത്വത്തെ വേണ്ടതുപോലെ വാത്മീകിയുടെ ഹൃദയത്തിൽ ഉണർത്തിയ നാരദ മഹർഷിയുടെ ആഗമനം അടുത്ത അധ്യായത്തിൽ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.